ദേശാഭിമാനി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ദേശാഭിമാനിയിൽ പത്രപ്രവർത്തനം ആരംഭിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്കിതൊരു വലിയ വളരെ പ്രത്യേകതയുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റാണ്. ഇവരോട് ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും നിർണായകമായി സ്വാധീനിച്ച മാധ്യമ പ്രവർത്തകൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെത് ഈ ഹരോൾഡ് ഇവാൻസിൻ്റെ പോലെയൊന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ല, പക്ഷേ അത്ര തന്നെ പ്രഗത്ഭരായിട്ടൊരു വ്യക്തിയാണ്. സി അബ്ദുറഹ്മാനാണെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ കാലും കൈയും അടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ. പക്ഷേ അതും ഈ മിലിറ്ററി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന് ഈ വിവരം കിട്ടി. അങ്ങനെ അദ്ദേഹം എൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള യാത്രയുടെ ഇടയ്ക്കാന്ന് തോന്നുന്നു വലിയ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്. തട്ടിക്കൊണ്ടുപോകാൻ പാകത്തിനുള്ള പത്രപ്രവർത്തനം എല്ലാം അന്ന് നടത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോകാനുള്ള പത്രം എന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണ പോലെ സംഭവിച്ചാണ്. പെട്ടെന്ന് ഒരു മാരുതി ഓമ്നി വാൻ അവിടെ വന്ന് നിൽക്കുന്നു, രണ്ടുപേരെന്നെ കടന്നു പിടിക്കുന്നു. പിന്നെ ഈ പുറത്ത് ഇങ്ങനെ ബാക്കിൽ ഒരു വളരെ തണുപ്പുള്ളൊരു സാധനം പിന്നെ ഇങ്ങനെ വെച്ചതായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈവച്ച് നോക്കിയപ്പോൾ പിസ്റ്റളാണ്. പറഞ്ഞാൽ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം പോലെയുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ടൊക്കെ ഇങ്ങനെ വളരെ ലോഹിയായിട്ട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വൈഫ് ഇത്രയും മാസം പ്രഗ്നൻ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കൂളായിട്ട് ഇരിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു കുഴപ്പം കാണിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, നിങ്ങളെ ഞാൻ ഒറ്റ കൊടുത്തിട്ടൊന്നുമില്ല. അപൂർണമായ അമ്പലത്തിൽ പൂജാരികളോ ശങ്കരാചാര്യന്മാരോ ഇല്ലാതെ പ്രധാനമന്ത്രി നേരിട്ട് പൂജാരിയായിട്ട് അദ്ദേഹം മുഖ്യ കാരണക്കാരനായിട്ട് അവിടെ വന്ന് പിന്നെ ആ പൂജയൊക്കെ നടത്തി അദ്ദേഹം ഈ ഗർഭഗൃഹത്തിനകത്ത് പോലും ക്യാമറ കയറ്റി വെച്ച് ഇദ്ദേഹം സാഷ്ടാംഗം പ്രണമിക്കുന്നതും പൂജ ചെയ്യുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്ത് കാണിച്ചിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അവിടെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു വെങ്കടേഷ് രാമകൃഷ്ണൻക്കോ അന്തർ പുലാരാണ്. ഇപ്പം എന്നെ മാത്രം അപ്പോൾ ഞാൻ അകത്തിങ്ങനെ കയറി അവിടെ ചെന്നപ്പോൾ ഇത് വലിയ മുറിയാണ്. മുറിയുടെ ഒരു 10-15 മീറ്റർ ദൈർഘ്യമുള്ള ഒരു മുറിയാണ്. അപ്പോൾ അതിൻ്റെ മുറിയുടെ ഒരു മൂലയ്ക്കാണ് മൂപ്പരിയ്ക്കുന്നത്. ഒരു സഹപ്രവർത്തകരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഈ മുറി കയറിയപ്പോൾ തന്നെ മൂപ്പർ എന്നെ ചോദിക്കുന്നുണ്ട്, അബ് ബോലോ വെങ്കടേഷ് തും പാഗലോ യാ മേ പാഗൽ. അപ്പോൾ കേരളത്തിലിപ്പം സമീപകാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ഇടക്കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ചാനൽ അത് മനസ്സിലാക്കുകയും അവർ ഈ തരത്തിലുള്ള വളരെ അഗ്രസീവായിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകാതിരിക്കുകയും അവർ കുറേ കൂടെ ഇത് ചെയ്തു. പിന്നെ പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് വേറൊരു ചാനൽ റിവൈവ് ചെയ്തപ്പോൾ അവർ ഈ പറഞ്ഞിട്ടുള്ള ഔട്ട്റേജ് ജേർണലിസത്തിൻ്റെ പല മാതൃകകളെ അവരുടെ എഡിറ്റോറിയൽ ബോർഡിനകത്ത് തന്നെ കുത്തിനിറച്ച് എല്ലാ ദിവസവും ഔട്ട്റേജ് ജേർണലിസം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥിയാണ് ഒപ്പമുള്ളത്. വിശിഷ്ട അതിഥി എന്ന് തന്നെ പറയേണ്ട ആളാണ്. മാധ്യമപ്രവർത്തനത്തിൽ 40 വർഷത്തെ പരിചയം. പ്രിൻ്റിൽ നിന്ന് ആരംഭിച്ച് ദൃശ്യമാധ്യമം, ഇപ്പോൾ ആധുനിക ഡിജിറ്റൽ മാധ്യമത്തിലും നിഷ്ണാതൻ മികവ് തെളിയിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ. ദേശാഭിമാനിയിൽ നിന്ന് ആരംഭിച്ച് ദ ഹിന്ദു പത്രം, ഫ്രണ്ട് ലൈൻ, BBC തുടങ്ങി പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം മികവ് തെളിയിച്ച ഒരു പത്രപ്രവർത്തകൻ. ഇന്ത്യയിൽ ഇടതുപക്ഷ പത്രപ്രവർത്തനം ഒരുപക്ഷെ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ഈ രാജ്യത്ത് സൃഷ്ടിച്ച അല്ലെങ്കിൽ ഈ രാജ്യത്ത് വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നേരിട്ട് കവർ ചെയ്ത ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ. കാശ്മീരിലെ കലാപമായാലും പഞ്ചാബിലെ തീവ്രവാദ നീക്കങ്ങളായാലും അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പൊളിക്കലായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവസാനിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ പോലും നടത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ കൂടിയാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപക്ഷെ കേരളത്തിലെ സീരിയസായി വായന നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മാധ്യമം ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകില്ല. നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ തന്നെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ നമുക്കൊരു സംസാരത്തിലേക്ക് ക്ഷണിക്കാം. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഇപ്പോൾ ഒരു പുസ്തക പ്രകാശനം നടന്നു കഴിഞ്ഞു. വഴിവിട്ട യാത്രകൾ എന്ന് പറയുന്ന അങ്ങയുടെ പുസ്തകം, ഇത് ഒരു തരത്തിൽ ഒരു സാധാരണ മാധ്യമപ്രവർത്തകർക്ക് യാത്ര പോകുന്നത് ഒരു വിനോദസഞ്ചാരം എന്നുള്ള നിലയ്ക്കാണ്. സ്ഥലം കാണാൻ പോവുക, അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണാൻ പോവുക. ഇത് ഒരു രാഷ്ട്രീയ യാത്ര എന്നുള്ള നിലയ്ക്കാണ് ഈ പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളും വിവരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ രാഷ്ട്രീയത്തെ ഇത്ര സീരിയസായി സമീപിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാക്കളുമായിട്ട് വളരെ തീവ്രമായി ബന്ധമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ യാത്രയിൽ നിന്നിട്ടുള്ള ഈ യാത്രകളെക്കുറിച്ചുള്ള ഒരു അനുഭവ തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും രാഷ്ട്രീയ യാത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ദിനേഷ് ചോദിച്ച ചോദ്യം വളരെ സംഗതമായൊരു ചോദ്യമാണ്. ഇതിൻ്റെ മറുപടി നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റാത്തൊരു ചോദ്യം കൂടിയാണ്. എന്താ വെച്ചാൽ ഇത് വലിയ കാര്യമുണ്ട്. പക്ഷേ എനിക്ക് ദേശാഭിമാനി എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്
ദേശാഭിമാനിയിൽ പത്രപ്രവർത്തനം ആരംഭിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്കിതൊരു വളരെ പ്രത്യേകതയുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റാണ്. അതുകൊണ്ട് ആ ഒരു കടപ്പാട് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ ഈ ദേശാഭിമാനിയുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ പഴയകാലത്ത് എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ദേശാഭിമാനിയുടെ സഹപ്രവർത്തകർക്ക് മുമ്പിൽ ആദ്യമായിട്ടത് ഓൺ റെക്കോർഡ് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇനി ഈ രാഷ്ട്രീയ യാത്രകളെ പറ്റി നിങ്ങൾ ചോദിച്ചത്. ഈ രാഷ്ട്രീയ യാത്ര എന്ന് പറഞ്ഞെങ്കിൽ സത്യത്തിൽ ഞാൻ ദേശാഭിമാനിയിൽ നിന്ന് ശീലിച്ച, ദേശാഭിമാനിയിൽ ആ സമയത്ത് എന്നെ മെൻറ്റർ ചെയ്ത, അക്ഷരാർത്ഥത്തിൽ എന്നെ പത്രപ്രവർത്തനത്തിൻ്റെ വഴികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ കുറേ ആൾക്കാരുണ്ട്. അതിലേറ്റവും പ്രഥമസ്ഥാനീയനായിട്ടുള്ളത് CM അബ്ദുറഹ്മാനാണ്. ഞാൻ ചേരുന്ന സമയത്തുണ്ടായിരുന്ന അബ്ദുക്ക എന്ന് വിളിച്ചിരുന്ന CM അബ്ദുറഹ്മാനാണ്. ആ സമയത്ത് ന്യൂസ് എഡിറ്ററായിരുന്നു. എന്നെയും പിന്നീട് മലയാളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് വലിയ പ്രതിഭാസങ്ങളായി മാറിയ CL തോമസ്, NP ചന്ദ്രശേഖരൻ, ജോൺ ബ്രിട്ടാസ്, KK രമ, CD ഷാജി തുടങ്ങിയിട്ടുള്ള ഒരു വലിയ നീണ്ട നിരയിലുള്ള ആൾക്കാരെ ഒക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കിത് ഈ രാഷ്ട്രീയ യാത്രകൾ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തെ ഗൗരവമായിട്ട് കാണുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രാഥമികമായ പാഠങ്ങൾ പഠിച്ചത് ദേശാഭിമാനിയിൽ നിന്നും CM അബ്ദുറഹ്മാൻ്റെ കളരിയിൽ നിന്നാണ് പറയുന്നതിൽ ഞാനത് ഒരു ജാപ്പനീസ് പത്രം ഡൽഹിയിൽ നടത്തിയിട്ടൊരു വർക്ക്ഷോപ്പിൽ ഈ അവസാനം അതിൽ പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ആ പരീക്ഷകളുടെ അവസാനം ഞങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പത്രക്കാർ അതിൽ പങ്കെടുത്തിട്ടുള്ളൊരു വർക്ക്ഷോപ്പായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ അവസാനത്തെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 4 ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പം അതിൽ 2 പേര് പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന്, ഒരാൾ പാകിസ്ഥാനിലുള്ള ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ, പിന്നെ ഞാൻ. അപ്പോൾ ഞാനന്ന് ഫ്രണ്ട് ലൈനിലാണ്, ഈ ഫ്രണ്ട് ലൈനിൽ ചേർന്ന സമയത്താണ് ഈ വർക്ക്ഷോപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ എന്നിട്ട് ഇവരോട് ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും നിർണായകമായി സ്വാധീനിച്ച മാധ്യമ പ്രവർത്തകൻ ആരാണ് എന്ന് ചോദ്യമുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 പത്രക്കാരുടെയും അവർ പറഞ്ഞത് ഹെറോൾഡ് ഇവാൻസിൻ്റെ പേരാണ് പറയുന്നത്, ടൈംസിൻ്റെ പത്രാധിപരക്കാരൻ. പിന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള പത്രാധിപർ അവിടുത്തെ ഒരു പ്രഗത്ഭനായ പത്രാധിപരെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെത് ഈ ഹെറോൾഡ് ഇവാൻസിൻ്റെ പോലെയൊന്നും ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളല്ല, പക്ഷേ അത്ര തന്നെ പ്രഗത്ഭനായിട്ടൊരു വ്യക്തിയാണ്, CM അബ്ദുറഹ്മാനാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞില്ല CM അബ്ദുറഹ്മാൻ എന്നുള്ളത് ഞാൻ എൻ്റെ ഏറ്റവും സവിശേഷമായിട്ട് തന്നെ മെൻറ്റർ ചെയ്തുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ബാക്കിയെല്ലാവരും ഇപ്പം പത്മനാഭനായാലും അപ്പുകുട്ടൻ വള്ളിക്കുന്നായാലും എൻ്റെ ഡൽഹിയിൽ ഏറെക്കാലം എൻ്റെ സഹപ്രവർത്തനായിരുന്ന പ്രഭാവർമ്മയായാലും ഇവരെല്ലാവരും ഈ പറഞ്ഞ ഒരു ഗ്രോത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു സമീപനം, രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെയും രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്ന ആ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഇവരെല്ലാവരുടെയും എന്താ പറയുക, ഈ കാണിച്ചു തന്ന വഴികളിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. പിന്നെ ഈ യാത്രകളും പത്രപ്രവർത്തനവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും അതും ദേശാഭിമാനി കാലത്ത് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പം യാത്രയും അതായത് ബേസിക്കായിട്ട് ആ സമയത്ത് ഡൽഹി ബ്യൂറോയിൽ ഞങ്ങൾ പാർലമെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനാണ് ഈ ഗ്രാസ് റൂട്ട്സിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ആ കൂട്ടത്തിൽ ഞാനും അപ്പക്കുട്ടൻ വള്ളിക്കുന്ന് അവിടുന്ന് ഡൽഹി വിട്ടിട്ട് കേരളത്തിലേക്ക് വന്ന സമയത്ത് അതിൻ്റെ റിപ്ലേസ്മെൻ്റ് ആയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അപ്പോഴും നമ്മുടെ ദേശാഭിമാനിലെ ആ ഒരു ട്രഡീഷൻ അരിക്കുട്ടി മോൻ്റെ കാലം മുതൽ തന്നെ ഉണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ വ്യാപകമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞിട്ടുള്ള മറ്റാൾക്കാരെക്കാളും കൂടുതൽ ഈ സംസാര ഭാഷയുടെ തലത്തിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു സംസാര ഭാഷ. ഞാൻ കോളേജ് പഠിക്കുന്ന കാലം മുതൽ തന്നെ ഒരുപാട് ബോംബെയിലൊക്കെ പോകുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഒരു കൾച്ചറിൻ്റെ ഒരു തുടർച്ചയുള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഇലക്ഷൻ സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഡൽഹിയിൽ നിന്നൊരു സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ കയറി. ആ സമയത്തൊന്നും ഈ പറഞ്ഞ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന ഈ സൗകര്യങ്ങളൊന്നും കിട്ടാത്ത കാലമാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നൊരു സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ കയറി ജമ്മു വരെ പോകും. അവിടുന്ന് ജമ്മുവിൽ നിന്ന് പിന്നെ തിരിച്ച് ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ കയറി ഡൽഹി തിരിച്ച് വന്നിട്ട് പിന്നെ ഡൽഹിയിൽ നിന്ന് പിന്നെ ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിനിൽ കയറി ആദ്യം മീററ്റ് പോവും, മീററ്റിൽ നിന്ന് പിന്നെ ഫത്തേപൂരിൽ പോവും, ഇറ്റാവയിൽ പോവും, ഇറ്റാവയിൽ നിന്ന് ലക്നൗവിൽ പോവും, കാൺപൂരിൽ പോവും. അങ്ങനെ ഈ യാത്ര കൽക്കട്ട വരെ സഞ്ചരിച്ചിട്ട് അവസാനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നാണ് പിന്നെ ഞാൻ ഫ്രണ്ട് ലൈനിലേക്ക് മാറുന്നത് തന്നെ ദേശാഭിമാനി കാലത്ത് ഞാൻ ഫ്രണ്ട് ലൈനിന് വേണ്ടി ദേശാഭിമാനിയിൽ ഉള്ള സമയത്ത് തന്നെ ഫ്രണ്ട് ലൈനിൽ എഴുതാനുള്ള പ്രത്യേക ഒരു പിന്നെ പെർമിഷൻ എനിക്ക് കിട്ടിയിരുന്നു, ഞാൻ ഈ ഇംഗ്ലീഷും കൂടെ കൈകാര്യം ചെയ്തുകൊണ്ട്.
അങ്ങനെ ഫ്രണ്ട് ലൈനിൽ ചേരാൻ പറ്റി. ഫ്രണ്ട് ലൈനിൽ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ് എനിക്ക് ഫ്രണ്ട് ലൈനിലേക്ക് ഫൈനലായിട്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ വരുന്നതും ഞാൻ അങ്ങനെ ചേരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു ഇതിൻ്റെ കണ്ടിന്യൂഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേശാഭിമാനിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ജേർണലിസത്തിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആ രീതി, അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഡെസ്കിലിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകമായിട്ടൊരു താല്പര്യം സി എം മുദ്രാനുണ്ടായിരുന്നു. അപ്പോൾ നെൽസൺ മണ്ടേല ജയിലിൽ നിന്ന് വിടാൻ വേണ്ടി തീരുമാനിച്ച സമയത്തുള്ള ആ ദിവസത്തെ എഡിറ്റോറിയൽ എഴുതേണ്ടത് സി എം മുദ്രവാനാണ്. പക്ഷേ അന്ന് മൂപ്പർ എന്നോട് എഴുതാൻ പറഞ്ഞു. ഞാനിങ്ങനെ ആകെ ഭയന്ന് പറച്ചിരിക്കുകയാണ്. അങ്ങനെ അവസരം ഞാൻ 2 കൽപ്പിച്ചത് എഴുതി. അത് പക്ഷേ ചെറിയ തിരുത്തലുകളോടുകൂടി അദ്ദേഹം പബ്ലിഷ് ചെയ്തു. ശരിക്കും ജൂനിയർ എന്ന് പറയുന്ന ആ സമയത്താണ് ഇത് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറയാം, അപ്പോൾ അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണുന്ന എന്ന് പറയുന്ന ഒരു രീതി അത് ദേശാഭിമാനിയിലും തുടങ്ങിയതാണ്. അത് ഫ്രണ്ട് ലൈനിലും പിന്നീട് ടെലിഗ്രാഫിലും ഹിന്ദുവിലും BBC-യിലും ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല കമ്പാട്രിയറ്റ്സും അങ്ങനെ ഈ രീതിയിൽ ഗൗരവമായൊരു മാധ്യമപ്രവർത്തനത്തിൻ്റെ വഴി, രാഷ്ട്രീയ നിരീക്ഷണത്തിൻ്റെയും മാധ്യമപ്രവർത്തനത്തിൻ്റെയും വഴി തുടങ്ങിയിട്ട് അതിൽ നിന്നൊക്കെ ഫ്ലിപ്പൻ്റായിട്ടുള്ള ജേർണലിസത്തിലേക്ക് പോയിട്ടുള്ള പല ആൾക്കാരുണ്ട്. അത് പോകാതിരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഭൗതിക സാഹചര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഇപ്പോൾ ഇംഗ്ലീഷ് ജേർണലിസ്റ്റും അതിൻ്റെ പത്രങ്ങളൊന്നും അങ്ങനെ ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നും ഉള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഹിന്ദു ആയാലും ഫ്രണ്ട് ലൈനിലായാലും ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് തന്നെ ഒരു ലെഫ്റ്റ് മൂവ്മെൻറ്റിനൊപ്പം നിൽക്കുന്ന പത്രം ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെ അവർ പറയാറുണ്ട്. ഇതിനകത്തും ഒരു പക്ഷേ വെങ്കടേഷ് രാമകൃഷ്ണൻ്റെ സ്വാധീനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റാവില്ല. അങ്ങനെ സ്വാധീനം ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും അതിൽ ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഫ്രണ്ട് ലൈനിലാണ് ചേരുന്നത്. ഫ്രണ്ട് ലൈനിൽ ചേരുന്ന സമയത്ത് 91 ദേശാഭിമാനിയിൽ ഞാൻ ചേരുന്നത് ഫ്രണ്ട് ലൈനിലാണ്. അത് ദേശാഭിമാനിയിൽ നിന്ന് പല ആൾക്കാരും ഈ പിണങ്ങിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് പിന്നെ ദേശാഭിമാനിയുടെ അനുഗ്രഹാശിസ്സോടുകൂടി തന്നെയാണ് ഞാൻ ഫ്രണ്ട് ലൈനിൽ ജോയിൻ ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് ഫ്രണ്ട് ലൈനിൽ ലഭിച്ചു. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ആ സമയത്ത് എൻ റാമിൻ്റെ നേതൃത്വത്തിലുള്ളായിരുന്ന ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രകൾക്ക് കലവറയില്ലാത്ത പിന്തുണ നൽകിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ്, ഒരു എഡിറ്റോറിയൽ ലീഡർഷിപ്പായിരുന്നു. അത് അൺബിലീവബിൾ ആയിരുന്നു. ഞാൻ ഒരുപക്ഷെ ഈ ഫ്രണ്ട് ലൈനിൽ ഞാൻ 2 സമയമായിട്ട് ഫ്രണ്ട് ലൈനിലും ഹിന്ദുവിലുമായിട്ട് ഞാൻ 27 വർഷമാണ് ഞാൻ പണിയെടുത്തത്. 91 മുതൽ 2000 വരെയും പിന്നെ 2004 മുതൽ ഈ 2023 വരെയും. അപ്പോൾ ഈ 2 ഘട്ടങ്ങളിലായിട്ട് 27 വർഷം ഈ പണിയെടുത്ത സമയത്ത് ഇത് ഒരുപക്ഷെ ഒരു തരം അത്ഭുതകരമായി എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നോർത്ത് ഇന്ത്യയിലുണ്ടായിട്ടുള്ള നോർത്ത് ഇന്ത്യക്കാരായിട്ടുള്ള പത്രക്കാർക്ക് പോലും ഈ ട്രാവൽ ബഡ്ജറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അൺഡിവൈഡഡ് ഉത്തർപ്രദേശിലും അൺഡിവൈഡഡ് ബീഹാറിലും, അതായത് ഉത്തർപ്രദേശ് പിന്നീട് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡുമായി മാറി, ബീഹാറും ജാർഖണ്ഡുമായിട്ട് മാറി. ഈ 4 സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ചിട്ടുള്ള ഒരുപക്ഷെ ഏക ജേർണലിസ്റ്റ് തന്നെ ഞാനായിരിക്കുന്ന സാധ്യതയുണ്ട്. അത് ഈ റാം തന്നിട്ടുള്ള അവിശ്വസനീയമായിട്ടുള്ള ഈ യാത്ര ചെയ്യാനുള്ള ബാക്കിങ്, അതായത് ഈ ഫിലിപ്പ് നൈറ്റ്ലിയുടെ ഒരു പുസ്തകത്തെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ്, ഹാക്സ് പ്രോഗ്രസ് എന്നുള്ള പുസ്തകത്തെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ് ഈ വഴിവിട്ട യാത്രകൾ ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വലിയ ഹീറോ ആയിരുന്നു. അപ്പോൾ ഫിലിപ്പ് നൈറ്റ്ലിയും ഇതുപോലെ അത്ഭുതകരമായിട്ടുള്ള സാഹസികമായിട്ടുള്ള വഴിവിട്ട യാത്രകളുടെ ഒരു വലിയ വക്താവും അപ്പോസ്തലനുമായിരുന്നു. അപ്പോൾ ആ വഴിയിൽ തന്നെയാണ് സഞ്ചരിച്ചത്. അത് റാമിനും അത് വളരെയധികം സ്വീകാര്യമായിട്ടൊരു വഴിയായിരുന്നു. അവിശ്വസനീയമായിട്ടുള്ള 1-2 യാത്ര ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാർഗിൽ യുദ്ധം നടക്കുന്നതിന് 1 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പട്ടാളത്തിലുണ്ടായിരുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ഒരാൾ, അദ്ദേഹം ഈ അയോധ്യയിൽ പിന്നെ പള്ളി വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ആ സമയത്ത് ഫൈസാബാദിലുണ്ടായിരുന്ന ഒരു കൺട്രോൺമെൻറ്റ്, ഫൈസാബാദിൽ 4-5 യൂണിറ്റുകളുള്ളൊരു കൺട്രോൺമെൻറ്റ്, അതിൻ്റെ എല്ലാ യൂണിറ്റുകളുടെയും ബ്രിഗേഡ് മേജറായിട്ട് അദ്ദേഹം അവിടുത്തെ MIയുടെ ചുമതല, മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ആ പള്ളി വിളിക്കുന്ന സമയത്ത് എനിക്കും രാകേഷ് സിൻഹ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ്സിലെ പത്രപ്രവർത്തകനെയും സവിശേഷമായിട്ട്, ഞങ്ങൾ ഇതിൽ വരെ അകത്തുനിന്നുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു കൊണ്ടിരുന്ന ആൾക്കാരായതുകൊണ്ട് സവിശേഷമായി ഞങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും, പക്ഷേ ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അവർ പറഞ്ഞു തരികയും അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്തുകൊണ്ട് അത് ചെയ്തതുകൊണ്ട് അവർ 4 പേരുള്ള 4 സ്ക്വാഡുകളെ അവർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞങ്ങളെ എവിടെ കിട്ടിയാലും ഞങ്ങളുടെ കാലും കൈയും അടിച്ചു പൊളിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ. പക്ഷേ അതും ഈ മിലിറ്ററി ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന് ഈ വിവരം കിട്ടി. അങ്ങനെ അദ്ദേഹം എൻ്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി.
അപ്പോൾ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ പിന്നെ ബോർഡറിലുണ്ടായിരുന്നു ആ സമയത്ത്. ആ ബോർഡറിലുണ്ടായിട്ട് ഇങ്ങനെ ഒരു ഐബോൾ ടു ഐബോൾ സിറ്റുവേഷനാണ്, ഇവിടെ വലിയൊരു ഡെവലപ്മെൻറ്റ് നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൂപ്പർ എന്നെ ഫോൺ ചെയ്യണം. ഫോൺ വെച്ചാൽ സാറ്റലൈറ്റ് ഫോണിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അത് വിവരം കിട്ടിയപ്പോൾ ഞാൻ എന്താണ് സ്റ്റോറി എന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ റാമിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു വളരെ വിശ്വസ്തനായ ഒരു കോൺടാക്റ്റ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇങ്ങനെ പറയുന്നു, എന്താ സ്റ്റോറി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പോയി നോക്കിയാലേ അറിയാൻ പറ്റും. അപ്പം അതിപ്പോൾ എത്ര പൈസ ചിലവാകും? അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ക്യാമറാമാനും കൂടെ കൊണ്ടുപോകണം, മിനിമം 1 ലക്ഷം റുപ്യ ചിലവാകും. അന്നത്തെ കാലത്ത് 1 ലക്ഷം. അതായത് ദിസ് ഇസ് കാർഗിൽ യുദ്ധം തുടങ്ങുന്ന ഒരു വർഷം മുമ്പാണ്. 1 ലക്ഷം റുപ്യ എന്ന് വെച്ചാൽ ഇവിടുന്ന് ജമ്മുവിലേക്ക് ഫ്ലൈറ്റിന് പോകണം, പിന്നെ ജമ്മുവിൽ നിന്ന് പിന്നെ വണ്ടി എടുത്ത് പോകണം. ഇത് പിന്നെ കുറേ ഒരുപാട് നടക്കുകയൊക്കെ വേണം. ഇത് ഇയാളൊരു ബോർഡർ ഏരിയയിൽ ഒരു ഐബോൾ ടു ഐബോൾ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയി. ഇപ്പോൾ മൂപ്പര് പറഞ്ഞു പിന്നെ ഒരു അരമണിക്കൂർ സമയം വേണമെന്ന് പറഞ്ഞു. അരമണിക്കൂർ ചെയ്യുന്നതിന് മുമ്പ് മൂപ്പര് തിരിച്ചു വിളിച്ചു, ഓക്കെ നിങ്ങൾ പോയി. അപ്പോൾ അത് ആ തരത്തിലുള്ളൊരു വിശ്വാസം ഈ ഒരു നമ്മുടെ ഒരു ജേർണലിസ്റ്റിക് ക്രെഡൻഷ്യൽസിനെ പറ്റി മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സാധനത്തിൻ്റെ തുടർച്ചയാണ് പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഫ്രണ്ട് ലൈനിൽ. പിന്നെ റാം വളരെ സജീവമായിട്ടുള്ള ജേർണലിസ്റ്റിൽ നിന്ന് മാറിയിട്ട് റാം എഡിറ്റോറിയൽ ബോർഡ് മറ്റേ ഡയറക്ടർ ബോർഡിൻ്റെ മെമ്പർ മാത്രമായ ശേഷം വിജയശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് വെച്ചാൽ എൻ്റെ ഈ തരത്തിലുള്ള ഇമ്മീഡിയറ്റ് സുപ്പീരിയറൈസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇതേ ജേർണലിസ്റ്റ് മാർഗത്തിൽ വിശ്വസിക്കുകയും അതിൽ തുടരുകയും ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ഈ റാമിൻ്റെ റാമിന് ഡയറക്റ്റായിട്ട് ഹാൻഡ്സ് ഓൺ ആയിട്ട് ഫ്രണ്ട് ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചേരുന്നത്. പിന്നെ റാം ഹിന്ദുവിൻ്റെ മൊത്തത്തിൽ ഗ്രൂപ്പിൻ്റെ എഡിറ്ററായ സമയത്ത് ഫ്രണ്ട് ലൈനിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിർത്തി. ആ സമയത്ത് കുറച്ച് കാലം ഞാൻ ഹിന്ദുവിൽ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയുള്ള യാത്രയുടെ ഇടയ്ക്കാന്ന് തോന്നുന്നു തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായത്. തട്ടിക്കൊണ്ടുപോകാൻ പാകത്തിനുള്ള പത്രപ്രവർത്തനം എല്ലാം അന്ന് നടത്തിയിരുന്നു. തട്ടിക്കൊണ്ടുപോകാനുള്ള പത്രം എന്ന് വെച്ചാൽ ഒരു തെറ്റിദ്ധാരണ പോലെ സംഭവിച്ചാണ്. അതായത് ഇത് 93 സംഭവിക്കുന്നത്. കാശ്മീരിൽ വലിയ പ്രശ്നം നടക്കുന്ന സമയം. കാശ്മീരിൽ ആ സമയത്ത് പിന്നെ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ. അപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് അൽ ജിഹാദ് എന്നൊരു പുതിയ ഗ്രൂപ്പ് വന്നിരുന്നു. അവരെന്നെ കോൺടാക്ട് ചെയ്തു. അവർക്കും പബ്ലിസിറ്റി വേണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് ലൈൻ പോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഒരു ജേർണലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരെന്നെ കോൺടാക്ട് ചെയ്ത് അവരെന്നെ അവരുടെ സംഗീതത്തിൽ കൊണ്ടുപോയി അവരുടെ മറ്റേ മിലിറ്ററി ട്രെയിനിങ്ങും അവരുടെ മറ്റേ ഐഡിയോളജിക്കൽ പൊസിഷനും അവർക്ക് പറയാനുള്ളത് പറയുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ എന്നെ കണ്ണൊക്കെ കെട്ടിയാണ് കൊണ്ടുവന്നത്. അന്ന് രാത്രി തിരിച്ചു കൊണ്ടുവന്നവരെന്നെ. പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ പിന്നെ ശ്രീനഗർ സെക്രട്ടേറിയറ്റിൽ 1-2 ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പോയതാണ്. അപ്പം കാണാൻ പോയിട്ട് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് പിന്നെ പെട്ടെന്ന് ഒരു മാരുതി ഓമ്നി വാൻ അവിടെ വന്ന് നിൽക്കുന്നു. 2 പേരെന്നെ കടന്നു പിടിക്കുന്നു. പിന്നെ ഈ പുറത്ത് ഇങ്ങനെ ബാക്കിൽ ഒരു വളരെ തണുപ്പുള്ളൊരു സാധനം പിന്നെ ഇങ്ങനെ വെച്ചതായിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈവച്ച് നോക്കിയപ്പോൾ പിസ്റ്റളാണ്. അപ്പോൾ അവരെന്നെ ഇടിച്ച് കാറിനകത്ത് കയറ്റി ഈ കാറ് ശരം വിട്ടതുപോലെ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞിട്ട് ശ്രീനഗറിൽ ഒരു ഏരിയ ഉണ്ട്, വളരെ തിരക്ക് പിടിച്ച ഏരിയയാണ്. അവിടെ കൊണ്ടുപോയി ഒരു ബേസ്മെൻറ്റിൽ എന്നെ കൊണ്ടുവന്നു. 2 ഇടിയൊക്കെ ഇടിച്ചു. എന്നിട്ട് പറഞ്ഞു പോലീസിൻ്റെ ചാരനാണല്ലേ എന്ന്, സെക്യൂരിറ്റി ഏജൻസീസിൻ്റെ ചാരനാണല്ലോ. ഞാൻ പറഞ്ഞു അങ്ങനെ. അപ്പം ഇത് സംഭവിച്ചെന്താ വെച്ചാൽ ഞാനന്ന് രാത്രി അവിടെ നിന്ന് പോയി ഏതാണ്ട് ഒരു 11 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പിറ്റേ ദിവസം അന്ന് രാത്രി പിറ്റേ ദിവസം പുറച്ചയായിട്ട്, അതായത് പുറച്ചൊരു 3-4 മണിക്കൂർ ഞാൻ പോയി കഴിഞ്ഞാൽ 3-4 മണിക്കൂർ പഴയ ഗ്രൂപ്പ് തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത്. അത് അവർ തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ സങ്കേതം ഇവരുടെ ഈ ഒരു ക്യാമ്പ് അത് ഞാൻ അവിടെ നിന്ന് ശ്രീനഗറിലേക്ക് തിരിച്ചു വന്ന രാത്രി തന്നെ ഏതാണ്ട് 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഏജൻസീസ് ഇത് റെയ്ഡ് ചെയ്യണം ഇവരുടെ ഈ സ്ഥലം. അപ്പോൾ അവർ സംശയിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് അത്ഭുതകരമായ രീതിയിൽ ഞാൻ വളരെ കൂളായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ആർക്കും ഒറ്റ കൊടുത്തിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സോഴ്സസ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കൂ. അപ്പോൾ അങ്ങനെ അവർ അവിടെ തന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 മണി മുതൽ 7 മണി വരെ അവിടെ കിടത്തി. ആദ്യം കൈയൊക്കെ കെട്ടിയിട്ടിരുന്നു, പിന്നെ കൈയൊക്കെ കെട്ടി പിന്നെ ഭയങ്കരമായിട്ട് നോക്കി. അപ്പം ആ സമയത്ത് എൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞാൽ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം പോലെയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുമായിട്ടൊക്കെ ഇങ്ങനെ വളരെ ലോഹിയായിട്ട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ വൈഫ് ഇത്രയും മാസം പ്രഗ്നൻ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും കൂളായിട്ട് ഇരിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു കുഴപ്പം കാണിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, നിങ്ങളെ ഞാൻ ഒറ്റ കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ അവസാനം അവരെന്നെ കണ്ടുപിടിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരെന്നെ തിരിച്ച് തന്നെ
ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് കൊണ്ടുവിടുകയാണ്. ഈ ഇതേ കാശ്മീരിലേക്ക് 100ഓളം തവണ യാത്ര ചെയ്യുന്നതാണ് ഏകദേശം അല്ലേ? അതെ അതെ. അപ്പോൾ ഒരുപക്ഷെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം പോകുന്നു, പിന്നീട് പല പ്രാവശ്യം പോകുന്നു. ഈ കാശ്മീരിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏതാണ്ട് സിറ്റുവേഷൻ പൂർണ്ണമായും മാറിയൊരവസ്ഥയുണ്ട്. കാശ്മീരിൻ്റെ ഒരു അവസ്ഥ തന്നെ മാറിയിട്ടില്ല ശരിക്കും. കാശ്മീർ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാനതിനെ കാശ്മീരിനെ വിശേഷിപ്പിക്കുന്ന ഒരു രാവണംകോട്ട എന്നാണ്. അതായത് ഇത് കാശ്മീർ മാറി, കാശ്മീരിൽ മാറി എന്നുള്ളത് ഇപ്പോൾ കാശ്മീരിൽ മാറി പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാർ പറയുന്നത് ഈ ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിയതോടുകൂടി അവിടെ വളരെ സമഗ്രമായ മാറ്റമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് 10 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് എഞ്ചിനീയറെ പോലെ വളരെ പ്രകടമായും തീവ്രവാദപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ജയിക്കുന്നത് എന്ന് ഓർമ്മിക്കണം. ജമ്മുവിൽ പോലും ശ്രീനഗറിൽ ഒരു സ്ഥലത്ത് പോലും BJP, വാലിയിൽ ഒരു സ്ഥലത്ത് പോലും BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുന്നത് BJP മാത്രമല്ല, BJPയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി പോയ ഗുലാം നബി ആസാദ് പോലും മത്സരിച്ചിട്ടില്ല. അപ്പം ബേസിക്കായിട്ട് കാശ്മീർ മാറി എന്ന് പറയാം, കാശ്മീർ മാറിയോ എന്ന് ചോദിക്കുകയും ചെയ്യാം. ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ കാശ്മീരിൽ വളരെ സജീവമായിട്ടുള്ള ഫീൽഡ് റിപ്പോർട്ട്. എൻ്റെ ചോദ്യം അത് തന്നെയായിരുന്നു, മാറി എന്ന് പുറത്ത് പറയുമ്പോഴും അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളൊരു. അല്ല, ബേസിക്കായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ അവിടെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവിടെ വലിയ രീതിയിലുള്ള ഈ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യത്തെ ടേമിൽ ഒരുപാട് സമരങ്ങൾ നടക്കുകയും ഇവർ ഈ മറ്റേ പെല്ലറ്റ്സ് വെച്ചിട്ട് കുട്ടികളുടെ ഫോട്ടോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലോ, മുഖം മുഴുവൻ ഈ പെല്ലറ്റ്സ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള വളരെ വലിയ സ്കർമിഷസും സംഘർഷങ്ങളും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറിയിട്ടുണ്ട്. അത് പക്ഷേ അതെന്ന് വെച്ചാൽ അത് മാറുന്ന വെച്ചാൽ ഞാൻ പറയാം, അതൊരു ഈ അഗ്നിപർവ്വതങ്ങളിങ്ങനെ എന്താ പറയുക, ഒരു ഡോർമൻസി പീരീഡ് ഉണ്ടല്ലോ, അങ്ങനെ മാത്രമായിട്ട് തന്നെ കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇപ്പം ഈ എഞ്ചിനീയറെ പോലെയുള്ള ഒരാൾക്ക് ഇത്രയും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വെഞ്ചൻസോടെ നേരത്തെ ഇലക്ഷൻസ് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ വളരെ വലിയ പ്രതികാര ബുദ്ധിയോടുകൂടി വോട്ട് ചെയ്യാൻ പോകുന്നൊരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. അപ്പം അതുകൊണ്ട് ഇത് ആ ജനവികാരം കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് അവിടെ എന്നർത്ഥം. ജനവികാരം കൃത്യമായി പ്രതിഫലിക്കുന്നതല്ല, ജനവികാരത്തിൻ്റെ സൂചനകളാണ്. ജനവികാരം പ്രതിഫലിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല അതിൻ്റെ കാര്യം ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സൂചന നമുക്ക് കാണുന്നുണ്ട്. ഇത് ഈ സമാനം ഇപ്പോൾ BJP കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. സമാനമായി തന്നെ ഇപ്പോൾ നേരത്തെ ഈ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്, ഈ അയോധ്യ പിന്നെ പള്ളി ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് അങ്ങ് പോയപ്പോൾ ഈ രാം ചബൂത്തറ പോലെ രാമക്ഷേത്രങ്ങൾ തന്നെ തകർത്തുകൊണ്ടാണ് അവർ ആ മേഖല കീഴടക്കിയത് എന്നൊരു സാധനം പറയുന്നത്. വാസ്തവത്തിൽ അപ്പം അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ഇവർ ഈ മതവും ഭക്തിയൊന്നും പിന്നെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വേറെ രീതിയിലാണ്, അധികാരം കൈപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, സത്യത്തിൽ അതിപ്പോൾ ഈ അയോധ്യയിലും ഇപ്പോഴത്തെ ഈ 2024 തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ BJP പറയുന്ന രാമനോടുള്ള അവരുടെ പ്രതിബദ്ധതയ്ക്ക് ജനങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അയോധ്യയിലെ അവധേഷ് പ്രസാദിൻ്റെ വിജയം കാണിക്കുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അമ്പലം പൊളിക്കുന്ന പരിപാടി തുടങ്ങിയത് സത്യത്തിൽ പള്ളി പൊളിക്കുന്ന സമയത്തല്ല, അതിനു മുമ്പ് തന്നെ 1991 ജൂൺ മാസം മുതൽ അന്ന് പിന്നെ കല്യാൺ സിംഗിൻ്റെ സർക്കാരാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പള്ളി പൊളിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സമരം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുമ്പോൾ തന്നെ ഈ അയോധ്യയുടെ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള കല്യാൺ സിംഗ് ഗവൺമെൻറ് ഒരു സ്കീം കൊണ്ടുവരികയും ഈ തർക്കപ്രദേശം എന്ന് പറയുന്ന ഈ പള്ളിയും പള്ളിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഒഴിച്ചിട്ടുള്ള അതിന് പുറത്തുള്ള 2.77 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ അക്വയർ ചെയ്യണം. ഈ 2.77 ഏക്കർ സ്ഥലത്തുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ മുഴുവനും ഹിന്ദുമത ആരാധനാലയങ്ങളാണ്. അവിടെ ഒരു പള്ളിയില്ല. പള്ളിയുള്ളത് ബാബറി മസ്ജിദ് മാത്രമാണ്. പിന്നെ ഉള്ള ഈ മുസ്ലിം പള്ളികളൊക്കെ ഈ 2.7 ഏക്കറിന് പുറത്താണ്. ഈ 2.7 ഏക്കറിന് അതിൽ പള്ളിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പള്ളിയുടെയും രാം ചബൂത്തറ എന്ന് പറഞ്ഞ അക്ബറിൻ്റെ കാലത്ത് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ വേണ്ടി പള്ളിയുടെ വരാന്തയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഹിന്ദു ആരാധന സ്ഥലത്തിൻ്റെയും ഏറ്റവും അടുത്ത് നിൽക്കുന്ന അമ്പലമായിരുന്നു സാക്ഷി ഗോപാൽ മന്ദിർ. അയാളെ പറ്റിയാണ് ഞാൻ സാക്ഷി ഗോപാൽ മഹന്തനെ പറ്റിയാണ് രാം കൃപാൽ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ വളരെ അടുത്ത സുഹൃത്തായി മാറിയ, പിന്നീട് മരിച്ചുപോയ, വളരെ സംശയകരമായ സാഹചര്യത്തിൽ മരിച്ചുപോയ ഒരു ആളാണത്. അപ്പം അദ്ദേഹം ഈ അദ്വാനി ഈ സമയത്ത് ഈ സൗന്ദര്യവൽക്കരണ പരിപാടി കാണാൻ വേണ്ടി അവിടെ വന്ന സമയത്തുള്ളൊരു സാധനമാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു ഭ്രാന്തനെ പോലെ ഇയാളുടെ പിറകെ നടക്കുകയാണ്.
ഈ സാക്ഷിഗോപാൽ മന്ദിറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആരാധനാലയ സ്ഥലങ്ങൾക്കെല്ലാം എല്ലാ ആരാധനാലയ സ്ഥലങ്ങൾക്കും ഒരു സേക്രഡ് ജോഗ്രഫി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. അത് മതവുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമുള്ളതല്ല. അതായത് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജോഗ്രഫി, ഒരു ഭൂമിശാസ്ത്ര സങ്കല്പമുണ്ട്. അപ്പോൾ ഈ സേക്രഡ് ജോഗ്രഫി അനുസരിച്ചിട്ട് ശ്രീരാമനെ കാണാൻ പോകുന്ന ആൾക്കാരെല്ലാവരും സാക്ഷിഗോപാൽ മന്ദിറിലെ മുഖ്യ പ്രതിഷ്ഠ ലക്ഷ്മണനാണ്. അപ്പോൾ ലക്ഷ്മണനെ കണ്ടിട്ട് ഹാജർ വെച്ചിട്ട് വേണം ശ്രീരാമനെ കാണാൻ പോകാൻ. അങ്ങനെ ഹാജർ വെക്കാതെ ശ്രീരാമനെ കാണുന്നത് സേക്രഡ് ജോഗ്രഫി പ്രകാരം ആ ദർശനം പൂർണ്ണമല്ല, അപൂർണമായ ദർശനമാണ്. അപ്പോൾ ഈ രാംകൃപാൽ ദാസ് അദ്വാനിയോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഈ അമ്പലം പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ആരാ ഉള്ളത്? നിങ്ങൾ രാമൻ്റെ അടുത്ത് പോയി എന്നുള്ള സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ആരാ ഉള്ളത്? ഇപ്പോൾ സാക്ഷി ഗോപാലിനെ പൊളിച്ചിട്ട് നിങ്ങൾ രാമൻ്റെ മന്ദിരം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ അവിടെയാണ് മൂപ്പർ പറയുന്നത്, ഇവർക്ക് ദൈവമോ മതമോ രാമനോ ഒന്നുമില്ല, ഇവർക്ക് എങ്ങനെയെങ്കിലും ഭരിക്കണം, അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇവർ ഭരിക്കണം, ആ ഭരണത്തിൻ്റെ അധികാരം സ്ഥാനങ്ങൾ കൈയടക്കണം. യഥാർത്ഥ വിശ്വാസം ഭക്തിയൊന്നും ഇവർക്ക് ഇല്ല. അപ്പോൾ അത് ബേസിക്കായിട്ടെന്ന് വെച്ചാൽ അത് ഇപ്പോൾ കൂടുതലായി തെളിഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ച് ഈ അമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കുകയും അപൂർണമായ അമ്പലത്തിൽ പൂജാരികളോ ശങ്കരാചാര്യന്മാരോ ഇല്ലാതെ പ്രധാനമന്ത്രി നേരിട്ട് പൂജാരിയായിട്ട് അദ്ദേഹം മുഖ്യ കാരണക്കാരനായിട്ട് അവിടെ വന്ന് പിന്നെ ആ പൂജയൊക്കെ നടത്തി, അദ്ദേഹം ഈ ഗർഭഗൃഹത്തിനകത്ത് പോലും ക്യാമറ കയറ്റി വെച്ച് ഇദ്ദേഹം സാഷ്ടാംഗം പ്രണമിക്കുന്നതും പൂജ ചെയ്യുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് പുറത്ത് കാണിച്ചിട്ട് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അവിടെ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള സാധാരണ പിന്നെ അവിടുത്തെ അയോധ്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസികളുടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ രാമൻ തന്നെ തീരുമാനിച്ചാണ് ഇവർ ജയിക്കേണ്ട എന്നുള്ളതാണ്. വിശ്വാസികളുടെ തന്നെ ശരിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പം പറഞ്ഞു, അങ്ങ് തന്നെ ഈ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, BJP അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല, എന്നാൽ ഇന്ത്യ സഖ്യത്തെ ജനങ്ങൾ അങ്ങനെ കൈവിടുകയുമില്ല. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള വാചകം എന്തായിരുന്നു, BJPക്ക് തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല. BJPക്ക് അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികൾ, ഇന്ത്യയിലെ സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് അസന്നിഗ്ധമായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ കണക്കിനേക്കാൾ ഞാൻ ആ സമയത്ത് യോഗേന്ദ്ര യാദവുമായിട്ട് 2-3 ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായി എൻ്റെ പോർട്ടലായിട്ടുള്ള അത് ഐറ്റമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പിന്നെ ഈ അവസാനത്തെ, അതായത് 5ാമത്തെ റൗണ്ട് വോട്ടിങ്ങിന് ശേഷം ഞാനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് 240 മുതൽ 260 സീറ്റ് വരെയാണ് ഞാൻ BJPക്ക് പ്രതീക്ഷിക്കുന്നത് എന്നാണ്. എൻ്റെ വ്യക്തിപരമായ കണക്ക് ഒരു 250 സീറ്റ് BJPക്ക് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും ഞാൻ എൻ്റെ ഈ അയോധ്യാകാലം മുതലുള്ള എൻ്റെ സംഘപരിവാർ ബന്ധങ്ങൾ ഇപ്പോഴും പല സ്ഥലത്തും തുടരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാഗ്പൂരിൽ നിന്നുള്ള എൻ്റെ 1-2 അടുത്ത ആൾക്കാർ, സംഘപരിവാറായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആൾക്കാർ പറഞ്ഞത് 80 സീറ്റ് വരെ കുറയാമെന്നാണ്. പക്ഷേ ഈ 80 സീറ്റ് വരെ കുറഞ്ഞിരുന്നെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവുന്ന സ്ഥിതിവിശേഷം ആവുമായിരുന്നില്ല, അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് 63 സീറ്റ് മാത്രമാണ് ഇത്തവണ കുറഞ്ഞത്. 17 സീറ്റും കൂടെ കുറഞ്ഞിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ആവില്ലായിരുന്നോളാണ് എനിക്ക് ഈ RSSൻ്റെ അകത്തും സംഘപരിവാറിൻ്റെ അകത്തുനിന്നും കിട്ടിക്കൊണ്ടിരുന്ന ഫീഡ്ബാക്ക് അതാണ്. പക്ഷേ ഞാനും ഈ ഗ്രൗണ്ട് ലെവലിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നു UPയിൽ ഇതേ രീതിയിൽ അവർക്ക് തിരിച്ചടി കിട്ടുന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിൽ തന്നെ മധ്യപ്രദേശിലുള്ള സംസ്ഥാനങ്ങളിൽ BJPയുടെ മേൽക്കോയ്മ മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും എനിക്ക് വ്യക്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ BJPയെ തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളത് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട്. എൻ്റെ ചോദ്യം അതിലേക്കാണ്. അതായത് ഈ ഒരു ധാരണ നേരത്തെ പറയുമ്പോൾ ഈ ഒന്നുകൂടി ആഞ്ഞു പിടിച്ചത് ഒരു ഇന്ത്യ മുന്നണിക്ക് കയറാൻ പറ്റുമായിരുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ സംഘടനാപരമായ വീഴ്ച ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഈ സ്ഥാനത്തിൽ. ഉദാഹരണത്തിന് ഈ പറഞ്ഞിട്ടുള്ള 80 സീറ്റിൻ്റെ കുറവ് സംഭവിക്കായിരുന്നു കർണാടകത്തിൽ കോൺഗ്രസ്സിന് ശരിക്കും നല്ല പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. മധ്യപ്രദേശിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കോൺഗ്രസ് നല്ല പെർഫോമൻസ് ഉണ്ടാക്കുന്നു വെച്ചാൽ സംഘടനാപരമായിട്ട് വളരെ വീക്കായിരുന്നു. പക്ഷേ കർണാടകത്തിൽ സംഘടനാപരമായിട്ട് വീക്കായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായിട്ട് പോലും അവർക്ക് ആ രീതിയിലുള്ള ഒരു സ്വാധീന റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ആന്ധ്രയിൽ പൂർണ്ണമായിട്ടും തൂത്തുവാരപ്പെടുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ് നേരിട്ടത്.
അപ്പോൾ അങ്ങനെ ഒരു മാർജിനലായിട്ടുള്ള ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്താൻ ആയിരുന്നെങ്കിൽ പോലും ഈ 80 സീറ്റ് കുറയുമായിരുന്നു. ഇപ്പോൾ 80 സീറ്റ് എന്നുള്ളൊരു കട്ട് ഓഫ് പോയിൻ്റാണ് ഞാൻ ഈ പറഞ്ഞ സംഘപരിവാർ ആൾക്കാരുടെ ചർച്ചകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നൊരു കാര്യം അതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. 17 സീറ്റിൻ്റെ കുറവ് അതിലുണ്ടായി. അല്ല, അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ 80 സീറ്റ് വ്യത്യാസം വന്നാൽ ഇവരാവില്ല എന്ന് പറയും. BJPക്ക് അകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ അതിരൂക്ഷമാണെന്നല്ലേ തെളിയിക്കുന്നത്? BJPക്ക് അകത്തുള്ള ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്നത് അതിനെയും വളരെ ന്യൂവാൻസ്ഡ് ആയിട്ട് കാണേണ്ട ഒരു സാധനമാണ്. BJPയുടെ അകത്തല്ല പ്രശ്നം, സംഘപരിവാറിൻ്റെ അകത്താണ് ആഭ്യന്തര പ്രശ്നം. BJPയുടെ അകത്ത് മാത്രമല്ല, അത് BJPയുടെ അകത്ത് അതിൻ്റെ അനുരണങ്ങളുണ്ട്. പക്ഷെ അതിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ഐഡിയോളജിക്കൽ സ്ട്രഗിളോ അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണത്തിനിടയിൽ നടത്തിയിട്ടുള്ള കാശ്മീർ അടക്കമുള്ള CAA അടക്കമുള്ള കാര്യങ്ങളിൽ അതിലുള്ള താത്വികമായിട്ടുള്ള വിയോജിപ്പല്ല. മറിച്ച് നിങ്ങൾ VKൻ്റെ ആരോഹണവും സിൻഡിക്കേറ്റും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓർമ്മയില്ല. പക്ഷെ അത് ഓർമ്മിക്കേണ്ട. രാഷ്ട്രീയ മാധ്യമ പ്രവർത്തനത്തെ പറ്റി ആലോചിക്കുന്ന ആൾക്കാർ, രാഷ്ട്രീയ പ്രക്രിയയെപ്പറ്റി ആലോചിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രക്രിയയെപ്പറ്റി ആലോചിക്കുന്ന ആൾക്കാരെല്ലാവരും ഒരു ബൈബിള് പോലെ എല്ലാ വർഷവും വായിക്കേണ്ട 2 പുസ്തകങ്ങളാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മിക്കവാറും എല്ലാ വർഷവും ഈ 2 പുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകാറുണ്ട്. VK എന്ന് പറയുന്നിട്ടുള്ള അതിഭയങ്കരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിന്തകൻ്റെ ഒരു വർക്കാണത്. അപ്പോൾ അത് ഈ ആത്യന്തികമായിട്ട് രാഷ്ട്രീയത്തിൽ ഈ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, അത് ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളിപ്പം ലോകത്ത് എവിടെ നോക്കിയാലും അത് ശരിയാണ്. കേരളത്തിൻ്റെ കാര്യം നോക്കിയാലും ശരിയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രക്രിയക്കിടയിലും ഇങ്ങനെയുള്ള ഈ വ്യക്തിപരമായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു വലിയ സ്വാധീനമൊക്കെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ RSS എന്ന് പറഞ്ഞാൽ 1925 മുതൽ തുടങ്ങിയ ശേഷം അവരുടെ ടോപ്പ് ബ്രാസ് സാധാരണഗതിയിൽ 7 ആൾക്കാരോ അല്ലെങ്കിൽ 9 പേരോ ഉണ്ടാവുക. ഇവർ മിക്കവാറും 25 വർഷത്തിൻ്റെ ചരിത്രത്തിൽ 1925 മുതലുള്ള ചരിത്രത്തിൽ അവർ ഒറ്റക്കെട്ടാണ്. അവർ ഐഡിയോളജിക്കലി ഒറ്റക്കെട്ടാണ്, സംഘടനാപരമായ ഒറ്റക്കെട്ടാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അദ്ദേഹം RSSൻ്റെ ടോപ്പ് ബ്രാസിനെ 4-3 എന്ന നിലയിൽ സ്പ്ലിറ്റ് ചെയ്തു. 3 പേര് അയാൾക്ക് അനുകൂലവും 4 പേര് ഈ സർസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മോഹൻ ഭാഗവത്തിനെ വളരെ പരസ്യമായി അധിക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻ സംഘപരിവാറിൻ്റെ അകത്ത് 2018 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. 2022 അതിൻ്റെ ഏറ്റവും ഭീകരമായ ഒരു രൂപമുണ്ടായി. നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു അഭിമുഖം മോഹൻ ഭാഗവത് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഏതാണ്ട് 45 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആണ് ഈ പറഞ്ഞ രീതിയിൽ പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദിയുടെ 2019 മുതൽ 24 വരെ ഭരണത്തിനിടയിൽ സംഭവിച്ചിട്ടുള്ള വേറൊരു കാര്യം, 2014 തുടങ്ങിയിരുന്നു, പക്ഷേ 2019-24 സംഭവിച്ചെന്താ വെച്ചാൽ ഈ ഭരണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും കേന്ദ്രീകൃതമായി. മന്ത്രിമാർക്കോ MPമാർക്കോ ഒന്നും ഒരു സവിശേഷമായ റോളും ഇല്ലാത്ത ഒരു സാഹചര്യമായി. അതായത് 3-4 പേരിലേക്ക് കേന്ദ്രീകരിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് നരേന്ദ്രമോദി, അമിത്ഷാ തന്നെ. പിന്നെ നിതിൻ ഗഡ്കരി ഈ മോഹൻ ഭാഗവത്തിൻ്റെയും RSSൻ്റെയും അനുഗ്രഹാശിസ്സുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു നാലാമതൊരാളെന്ന് പറഞ്ഞാൽ പീയൂഷ് ഗോയലിന് മാത്രമാണ്. അദ്ദേഹം ഇവരുടെ 2 പേരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു പിടിയാളായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഇവരൊഴിച്ച് മറ്റുള്ള മന്ത്രിമാർക്കാർക്കും സ്വതന്ത്രമായി, ഇപ്പം നിർമ്മലാ സീതാരാമനൊക്കെ ഫിനാൻസ് മിനിസ്റ്ററൊക്കെയാണ്, പക്ഷേ ആത്യന്തികമായിട്ട് അവർക്കൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം മന്ത്രിസഭയ്ക്ക് അകത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്താണ് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ BJPക്കകത്തും സംഘപരിവാറിനകത്തുമുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സാധനം, അത് ഒരു പ്രത്യശാസ്ത്രപരമായിട്ടുള്ള ഐഡിയോളജിക്കലായിട്ടുള്ളല്ല, അത് ഇത്തരത്തിലുള്ള ഈ പടലപ്പിണക്കങ്ങളുടെ ഒരു വലിയ രൂപമാണ്. പക്ഷേ അത് ഇത്തരം പടലപ്പിണക്കങ്ങൾക്ക് വലിയ സ്വാധീനം രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളത് ലോകത്തുള്ള രാഷ്ട്രീയ ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ് പല രീതിയിൽ കേൾക്കുമ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് അധികായന്മാരുടെ നേതാക്കളുമായിട്ടുള്ള വ്യക്തിബന്ധം വളരെ പ്രധാനപ്പെട്ടായിട്ട് കേട്ടിട്ടുണ്ട്. ചില നേതാക്കന്മാർ ഉപദേശം പോലും ചോദിക്കാറുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. ഈ ഇപ്പോൾ മുലായം സിംഗ് അടക്കമുള്ള നേതാക്കളുമായിട്ടുള്ള ഈ ബന്ധം എങ്ങനെ ആരംഭിച്ച് എങ്ങനെ തീവ്രമായി നിലനിർത്താൻ കാരണം എന്തായിരുന്നു? അത് വലിയ കഥയാണ്. അതിപ്പോൾ
സത്യത്തിൽ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂയുടെ ഒരു പരിവൃത്തിയിൽ അത്തരമൊരു ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റില്ല. അതൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ രണ്ട് കാര്യമുണ്ട്. ഇപ്പം ഞാനൊരു പക്ഷേ എൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റി ഞാൻ പറയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വളരെ ആൾക്കാരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടാവും. പിന്നെ ഈ മുലായം സിംഗുമായിട്ടുള്ള ബന്ധം അത് ഉണ്ടാവുന്നത് ഈ 1991-92 കാലത്ത് ഈ അയോധ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അന്ന് ഇപ്പം ഇൻ്റർനെറ്റോ ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള അദ്ദേഹം ടോപ്പ് ലീഡറായിരുന്നു. അദ്ദേഹം പിന്നെ ഈ മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണ്. പക്ഷേ ഞാൻ ഡൽഹിയിലാണ് ഞാനുള്ളത്. അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി നരസിംഹറാവുമാണ്. നരസിംഹറാവുവിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ മന്ത്രിയായിരുന്നു രംഗരാജൻ കുമരമംഗലം എന്ന് പറഞ്ഞ പഴയ CPI നേതാവായിരുന്നു മോഹൻ കുമരമംഗലത്തിൻ്റെ മകനായിട്ടുള്ള നേതാവ് രംഗരാജൻ കുമരമംഗലം. രംഗരാജന് ഞാനുമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേർക്കും കോഫി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെ കോഫിയെ പറ്റി ഞങ്ങൾ അപ്പോൾ അങ്ങനെ ബേസിക്കായിട്ടെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഈ പറഞ്ഞൊരു ഡയറക്റ്റ്ലി പൊളിറ്റിക്കൽ ഞാനിപ്പോൾ BJPക്കകത്തും പിന്നെ സംഘപരിവാറിനകത്തും ഞാൻ പറഞ്ഞു എനിക്ക് കോൺടാക്റ്റുകളുണ്ട്, സ്വാധീനത്തിൽ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളുടെ യോജിപ്പുകൊണ്ടല്ല. അതൊക്കെ ഒരു വൈയക്തികമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം അതിൻ്റെയൊക്കെ തലത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആത്യന്തികമായി ഇവരൊക്കെ മനുഷ്യരാണ്, ഇവരൊക്കെ ഫാസിസ്റ്റുകളൊക്കെയാണ്, പക്ഷെ എന്നാലും ഇവർ മനുഷ്യരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇതുണ്ട്. അപ്പോൾ രംഗരാജൻ ആ സമയത്ത് ഈ കാര്യത്തിൽ ഈ നരസിംഹറാവു ഈ അയോധ്യയുടെ കാര്യത്തിൽ രംഗരാജൻ പിന്നീട് രംഗരാജനും BJP ചേർന്നു. പക്ഷേ രംഗരാജൻ ആ സമയത്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നരസിംഹറാവു ഒരു ഡബിൾ ഗെയിം കളിക്കുകയാണ്. അദ്ദേഹം RSSുമായിട്ടും BHPയുമായിട്ടും ഒരു തരത്തിലുള്ള ഡയലോഗ് വേറെ രീതിയിൽ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം ഞാനുമായിട്ടുള്ള ഈ വ്യക്തിബന്ധത്തിൻ്റെ തലത്തിൽ എനിക്ക് ഒരുപാട് അതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ എനിക്ക് തരുകയും ചെയ്തു. അപ്പോൾ ഇത് പലപ്പോഴും മുലായം സിംഗിന് ഈ കാര്യം അറിയാമായിരുന്നു, എനിക്കിങ്ങനെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ടുള്ള ഒരു സവിശേഷമായ ബന്ധം അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയും ചില കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹവുമായിട്ട് പിന്നെ രംഗരാജൻ്റെ കൂടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അത് ഒരു വിശ്വാസം തന്നെയായി മാറിയാണ്. അപ്പോൾ രംഗരാജൻ്റെ കൂടെ സമ്മതത്തോടു കൂടി ഞാൻ ഷെയർ. അപ്പം അങ്ങനെയാണ് ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ പള്ളി പൊളിച്ചു കഴിഞ്ഞ സമയത്ത് ഈ മുലായം സിംഗുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാവുന്നത് ഇയാൾക്കെതിരായിട്ട് ഞാൻ ഒരു വലിയ ഇൻ്റർവ്യൂയുടെ ഒരു ഇൻട്രോയിൽ അദ്ദേഹം ഇൻ്റർവ്യൂ നടത്തി ആ ഇൻട്രോയിൽ ഞാൻ ഇദ്ദേഹത്തിന് ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാണെന്നുള്ള മട്ടിൽ ഞാൻ അതായത് ഞാൻ എഴുതിയ കാര്യം എന്തായിരുന്നു വെച്ചാൽ ഈ പള്ളി പൊളിച്ചു കഴിഞ്ഞിട്ട് ഡിസംബറിലാണല്ലോ 92 ഡിസംബറിലാണ് പൊളി. അപ്പോൾ 93 ജനുവരിയിൽ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ കാണാൻ പോയ സമയത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ എല്ലാ മതനിരപേക്ഷ കക്ഷികളെയും ഞാൻ ഒന്നിക്കും, ഞാൻ എന്നിട്ട് UP യിലൊരു ശക്തമായിട്ടുള്ള മതനിരപേക്ഷ മുന്നണി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 93 ജൂലൈ മാസം ആകുമ്പോഴേക്ക്, സെപ്റ്റംബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ജൂലൈ മാസം ആകുമ്പോഴേക്ക് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നണി മൂപ്പരുണ്ടാക്കി. അപ്പോൾ അതിൽ BSPയുമായിട്ട് മാത്രമാണ്, ബഹുജൻ സമാജ് പാർട്ടിയുമായിട്ടാണ് മാത്രമാണ് മൂപ്പർ അലയൻസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പോയി ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾ എല്ലാ കക്ഷികളെയും യോജിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജനതാദളിനെ നിങ്ങൾ കൂട്ടിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിങ്ങൾ കൂട്ടിയിട്ടില്ല, നിങ്ങൾ എന്ത് തരം മതനിരപേക്ഷ ഐക്യമാണ് ഉണ്ടാക്കിയത്? അപ്പോൾ അതിന് മൂപ്പരെന്ന് പറഞ്ഞ് ഇന്ത്യയിലാണ് മറുപടി പറഞ്ഞത്, UP में സെക്യുലർ യൂണിറ്റി ഹോ ഗയ എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് മൂപ്പരുടെ ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിലാണ് ഞാൻ എഴുതുന്നത്, ദിസ് മാൻ സീംസ് ടു ബി സഫറിങ് ഫ്രം ഡെലൂഷൻസ് ഓഫ് ഗ്രാൻഡ്യൂർ. ഡെലൂഷൻസ് ഓഫ് ഗ്രാൻഡ്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലാത്ത ആളാണെന്നുള്ളത്. പക്ഷേ ഇത് മൂപ്പര് എൻ്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമായിരുന്നു ഇംഗ്ലീഷിൽ. മൂപ്പർക്ക് ഇംഗ്ലീഷ് പത്രം ആരെ കൊണ്ട് വായിപ്പിച്ച് മൂപ്പര് തർജ്ജമ വയ്ക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം റിസൾട്ട് വന്നപ്പോൾ അപ്പോൾ ആ ഇലക്ഷനും ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു. ഇലക്ഷനിൽ ഞാൻ ഗ്രൗണ്ടിൽ പോയ സമയത്ത് എനിക്ക് മനസ്സിലായി മുലായം സിംഗ് പറഞ്ഞാണ് ശരി, BJPക്ക് തിരിച്ചടി കിട്ടാൻ പോവാണ്, ഇവർക്കാണ് കൂടുതൽ മേൽക്കോയ്മ ഉണ്ടാവുക. BJPയെ കിട്ടിയേക്കാളും ഒരു സീറ്റ് കുറവ് മാത്രമാണ് SPക്ക് ഉണ്ടായിരുന്നത്. പിന്നെ കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളൊക്കെ ചേർന്നിട്ട് അവരുടെ സർക്കാരുണ്ടാക്കി. അത് ഈ സർക്കാരുണ്ടാക്കുന്നത് ഇയാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പത്രപ്രവർത്തകർ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അകത്തുനിന്നൊരു സെക്യൂരിറ്റി ഓഫീസർ വന്നു. എന്നിട്ട് തന്നെ അവിടെ 10-15 പത്രക്കാർ നിൽക്കുക, എല്ലാം സീനിയറായിട്ടുള്ള പത്രക്കാർ നിൽക്കുക. അപ്പോൾ അവിടുന്ന് അയാൾ ഈ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു, വെങ്കടേഷ് രാമകൃഷ്ണൻക്കോ അന്തർ ബുലാറാണ്. അപ്പോൾ എന്നെ മാത്രം. അപ്പോൾ ഞാൻ അകത്തിങ്ങനെ കയറി അവിടെ ചെന്നപ്പോൾ ഇത് വലിയ മുറിയാണ്. അപ്പോൾ മുറിയുടെ ഒരു 10-15 മീറ്റർ ദൈർഘ്യമുള്ള ഒരു മുറിയാണ്. അപ്പോൾ അതിൻ്റെ മുറിയുടെ ഒരു മൂലയ്ക്കാണ് മൂപ്പരിയ്ക്കുന്നത്.
ഒരു സഹപ്രവർത്തകരൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ഈ മുറി കയറിയപ്പോൾ തന്നെ മൂപ്പർ എന്നെ ചോദിക്കുന്നുണ്ട്, അബ് ബോലോ വെങ്കടേഷ് തും പാഗലോ യാ മേ പാഗൽ. ഇപ്പം പറയും ഞാനിക്കാണോ തലയ്ക്ക് സുഖമില്ലാത്തത്, നിനക്കാണോ തലയ്ക്ക് സുഖമില്ലാത്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയ നേതാവാണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, നമ്മളൊരു മാധ്യമപ്രവർത്തകർ മാത്രമല്ല. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെയുള്ളൊരു ഇൻട്രാക്ഷനിലാണ് ഈ പറഞ്ഞ ബന്ധം. അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു ഹേറ്റിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരുമ്പോൾ അതിനൊരു സാധനം വളരെ കൂടുമല്ലോ. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മകൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു മൂപ്പര് മകനോട് പറയുന്നു, പിന്നെ ഈ രാഷ്ട്രീയം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമുണ്ട്. ഇതിൽ ആരുടെ കാര്യത്തിലും തേജസ്വിയുടെ കാര്യത്തിലൊക്കെ സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ നേതാക്കന്മാരുമായിട്ടും അല്ലെങ്കിൽ സ്ഥലങ്ങളുമായിട്ടൊക്കെ ഉള്ള ബന്ധത്തിൻ്റെ ഒരു ജേർണലിസ്റ്റ് ബേസിക്കലി ലെഗ് വർക്ക് നടത്തുക. പണ്ടൊരു ചൊല്ലില്ലേ, നടന്ന് തന്നെ പത്രപ്രവർത്തനം നടക്കണം എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനത്തെ ഒരാളുകളുടെ വംശനാശം എനിക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കില്ല. ഇങ്ങനെയുള്ള ജേർണലിസം എന്നുള്ള ആ സങ്കല്പം തന്നെ ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കില്ല. അത് ശരിക്കും നമ്മളെ ബാധിക്കില്ല ഈ മാധ്യമ മേഖലയ്ക്ക്? ബാധിച്ചു കഴിഞ്ഞല്ലോ ഇപ്പോൾ തന്നെ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പിന്നെ ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ ക്ലാർജായിട്ടുള്ള ആർ രാജഗോപാൽ ചൂണ്ടിക്കാണിക്കുന്ന പോലെ എളുപ്പപ്പണിയാണല്ലോ ഇപ്പം വൈകുന്നേരം 4-5 ആൾക്കാരെ കൂട്ടിയിരുത്തി ചർച്ച നടത്തി ബഹളം ഉണ്ടാക്കി അതിലൊരു കത്താർസിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചല്ലോ. വേറെ ഇപ്പം ഗ്രൗണ്ട് ലെവലിലുള്ള വർക്ക് നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ബേസിക്കായിട്ട് ഈ ജേർണലിസത്തിൽ ഷൂ ലെതർ ജേർണലിസം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഷൂ ലെതർ ഇപ്പോഴത്തെ സമീപകാലത്ത് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഷൂ ലെതർ ജേർണലിസം എന്നുള്ളത് വളരെ പഴയൊരു സങ്കല്പമാണ്. അതായത് ഈ ചെരുപ്പ് തേഞ്ഞു പോകുന്നവരെ, ഷൂ തേഞ്ഞു പോകുന്നത് വരെ നടന്ന് ജേർണലിസം നടത്തുക എന്നുള്ളതാണ് ഷൂ ലെതർ ജേർണലിസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഔട്ട്റേജ് ജേർണലിസമാണ്. ഇപ്പോൾ കേരളത്തിലും അതിൻ്റെ വലിയ രാജാക്കന്മാരുണ്ട്. മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ നേതാക്കന്മാരെയൊക്കെ പിന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചീത്ത പറയുകയും ഇടവെന്നൊക്കെ വിളിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഇങ്ങനെയുള്ള ഔട്ട്റേജ് ജേർണലിസത്തിൻ്റെ ഒരുപാട് മാതൃകകളുണ്ട്. അത് പലപ്പോഴും സക്സസ്ഫുള്ളാണ്. അത് TRP ഉണ്ടാക്കുന്നുണ്ട്, വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ല. ദിനേശ് ചോദിക്കുന്നത് പോലെ ഇത് ജേർണലിസത്തെ ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതിനെ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഒരു കൗണ്ടർ മൂവ്മെൻ്റ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ട്, അത് എങ്ങനെ അത് ഫലവത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിനെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള മോഡൽസും നമുക്ക് ഇപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മറ്റൊരു ചോദ്യം കൂടെ എൻ്റെ അനുബന്ധമായിട്ട് പറയാനുള്ളത്, കേരളത്തിലെ ഒരു രീതി ഇത് പുറമെ ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും അതിൽ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞ മാധ്യമങ്ങളുടെ ഒരു ഭീകരത എന്നുള്ള വാക്കേ ഉപയോഗിക്കുന്നില്ല. അവർ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ട് കൂട്ടായിട്ട് ശ്രമിക്കുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയുണ്ട്. ഇത് മറ്റെങ്ങും കണ്ടിട്ടുണ്ട്? കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വെച്ചാൽ കേരളത്തിൽ ഈ വലിയ മീഡിയ കൺസംഷൻ വളരെ കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ അതെ, കൂടുതൽ പേര് മീഡിയയെ പറ്റി അവെയർ ആയിട്ടുള്ള, കൂടുതൽ പേര് പത്രം വായിക്കുന്ന, കൂടുതൽ പേര് ടെലിവിഷൻ കാണുന്ന, കൂടുതൽ പേര് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പം കേരളത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതാണ്. പക്ഷേ കേരളത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ഈ ഔട്ട്റേജ് ജേർണലിസത്തിൻ്റെ മാതൃക ഉത്തരേന്ത്യയിൽ നിന്ന് അത് പിടിക്കുകയും, ഇപ്പം അർണബ് ഗോസ്വാമി, എനിക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഒരു വലിയ മാനേജ്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഒരാൾ ഒരു 10-15 കൊല്ലം മുമ്പേ ഈ ചാനലിൻ്റെ ഒരു എഡിറ്റോറിയൽ ബോർഡ് മീറ്റിംഗ് നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് എല്ലാവരും അർണബ് ഗോസ്വാമി ആകാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞാണ്. ഇത് ഓൺ റെക്കോർഡാണ് ഇത്. അപ്പോൾ അങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അപ്പോൾ അതിൻ്റെ തുടർച്ച, അതിൽ ഭയങ്കരമായിട്ട് മുന്നേറിയിട്ടുള്ള കുറേ ആങ്കർമാർ ഇപ്പോൾ കേരളത്തിലുണ്ട്. വിരലുണ്ടാവുന്ന ആങ്കേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ആ വഴിക്കാണ് പോയിരിക്കുന്നത്. അപ്പം ആ വഴിക്ക് പോകുമ്പോൾ അതിന് റിട്ടേൺസ് ഉണ്ട്. അതിന് സാമ്പത്തികമായിട്ട് റിട്ടേൺ ഉണ്ട്, അതിന് ഈ പറയുന്ന അറ്റൻഷൻ്റെ റിട്ടേൺ ഉണ്ട്. അപ്പോൾ ബേസിക്കായിട്ടുള്ള ഇതിൽ മാധ്യമ പ്രവർത്തകരുടെയോ മാധ്യമ മുതലാളിമാരുടെയോ മാത്രം പ്രശ്നമല്ല ഇത് ഈ കൺസംഷൻ നടത്തുന്ന ആൾക്കാരുടെ കൂടി പ്രശ്നമുണ്ട്. ഞാനിത് എല്ലാ സ്ഥലത്തും എന്നെ എവിടെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാലും ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇത് കൺസ്യൂം ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ, ഇത് കൺസ്യൂം ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ ഈ തരത്തിലുള്ള ജേർണലിസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ കേരളത്തിലിപ്പം സമീപകാലത്ത് തുടങ്ങിയിട്ടുള്ള ഇടക്കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ചാനൽ അത് മനസ്സിലാക്കുകയും അവർ ഈ തരത്തിലുള്ള വളരെ അഗ്രസീവായിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകാതിരിക്കുകയും അവർ കുറേ കൂടെ ഇത് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് വേറൊരു ചാനൽ റിവൈവ് ചെയ്തപ്പോൾ
അവർ ഈ പറഞ്ഞിട്ടുള്ള ഔട്ട്റേജ് ജേർണലിസത്തിൻ്റെ പല മാതൃകകളെ അവരുടെ എഡിറ്റോറിയൽ ബോർഡിനകത്ത് തന്നെ കുത്തി നിറച്ച് എല്ലാ ദിവസവും ഔട്ട്റേജ് ജേർണലിസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ഈ ബേസിക്കായിട്ടെന്ന് വെച്ചാൽ ഇത് കൺസ്യൂം ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ, അപ്പോൾ ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മീഡിയ അവയർനെസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനിത് എല്ലായിടത്തും പ്രസംഗിക്കുന്നതാണ്. ഞാനത് കമ്മ്യൂണിസ്റ്റുകാരുടെ വേദിയിലും കോൺഗ്രസ്സുകാരുടെ വേദിയിലും മുസ്ലിം ലീഗുകാരുടെ വേദിയിലും പ്രസംഗിക്കുന്നതാണ്. BJP-കാരുടെ വേദിയിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടാറില്ല. അപ്പോൾ ഇത് കൺസ്യൂം ചെയ്യാൻ ആൾക്കാർ ഇല്ലെങ്കിൽ ഈ പരിപാടി കുറയും. ഇപ്പം അത് ഉത്തരേന്ത്യയിൽ ഇപ്പം ഈ രവീഷ് കുമാറിനെ പോലെ ധ്രുവ് രാഠിയെ പോലുള്ള ആൾക്കാർ അവർ ഹിന്ദി എന്നുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട്, അവർ വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ കൊണ്ടുവരുന്ന ഒരു കൗണ്ടർ മൂവ്മെൻറ്റ്. പക്ഷെ അതിലും ഈ പറഞ്ഞ ശൂലധര ജേർണലിസം നടപ്പാവുന്നില്ല. അതിലും ഈ ഗ്രൗണ്ട് ലെവൽ ആയിട്ടുള്ള സ്റ്റോറീസിൻ്റെ ഒരു സംഭവം വരുന്നില്ല. പക്ഷേ അതിലൊരു ചെറിയ ഇപ്പം ഈ കൺസംഷനെതിരായിട്ട്, അതായത് അവിടെയാണ് ഈ സാംസ്കാരിക സംഘടനകളുടെ, അവിടെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ, ഈ രാഷ്ട്രീയത്തെ സീരിയസ് ആയി കാണുന്ന മാധ്യമങ്ങളുടെ അവരുടെയൊക്കെ റോള്. പക്ഷേ അത്തരത്തിലുള്ള റോള് കേരളത്തിൽ ആരും എടുക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ചോദിക്കാൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മാധ്യമ സ്ഥാപനത്തിന് താല്പര്യങ്ങൾ ഉണ്ടാകാം. ആ താല്പര്യത്തിൻ്റെ പരിധിക്കകത്ത് വെച്ച് തന്നെയും ഒരു മാധ്യമ പ്രവർത്തകന് വേണമെങ്കിൽ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടല്ലോ. അതുണ്ട്. അതിപ്പം ലിമിറ്റ്സ് ഓഫ് ഡീസൻസിയും ലിമിറ്റ്സ് ഓഫ് ഇൻഡീസൻസിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നോട് എൻ റാം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഫ്രണ്ട് ലൈനിൽ ചേരുന്നതിന് തൊട്ട് മുമ്പേ ദേശാഭിമാനിയിൽ, അത് ആ സമയത്ത് ഈ ബോഫേഴ്സ് കേസിൻ്റെയും HTW സംഭവത്തിൻ്റെയും പേരിൽ റാം നടത്തിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കൂടിയായിട്ടുള്ള അന്നത്തെ ചീഫ് എഡിറ്റർ കസ്തൂരി പ്രസിദ്ധീകരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി 3 പത്രങ്ങൾക്കാണ് ആ സ്റ്റോറി നൽകിയത്. ഒന്ന് ഇന്ത്യൻ എക്സ്പ്രസ്, ഒന്ന് സ്റ്റേറ്റ്സ്മാൻ, മൂന്നാമത്തെ പത്രം ദേശാഭിമാനിയായിരുന്നു. ഞാനാണ് ആ സ്റ്റോറീസ് കളക്ട് ചെയ്ത് ദേശാഭിമാനിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 പത്രങ്ങൾക്ക് അദ്ദേഹം കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ ഇദ്ദേഹമായിട്ടൊരു ദീർഘമായ ഇൻ്റർവ്യൂ ഈ പറഞ്ഞ ഈ ഹിന്ദുവിനകത്തുണ്ടായിട്ടുള്ള കോൺട്രവേഴ്സിയെ പറ്റി ദേശാഭിമാനി വാരികയ്ക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മാധ്യമ പ്രവർത്തനത്തിൽ നമുക്ക് ആത്യന്തികമായിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാ സമയത്തും മാധ്യമ പ്രവർത്തനത്തിൽ വെല്ലുവിളികളുണ്ടാവാം, നിയന്ത്രണങ്ങളുണ്ടാവാം, നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ശക്തികളുണ്ടാവാം. പക്ഷേ എല്ലാത്തിൻ്റെയും ഇടയിൽ നമുക്ക് ഈ ലിമിറ്റ്സ് ഓഫ് ഇൻഡീസൻസി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം അത്രമാത്രമേ ഇൻഡീസൻ്റ് ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്രയും മാത്രം നമ്മൾ ഡീസൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നതിനെ പറ്റിയുള്ളൊരു ബോധ്യം മാധ്യമപ്രവർത്തകരുണ്ടെങ്കിൽ അയാൾക്ക് മനൂവർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ മാറിവാനസ് കോളേജിലെ ജേർണലിസം വിദ്യാർത്ഥികൾ കുറച്ച് ആൾക്കാരാണ് ഒന്ന് ചോദ്യം വെച്ചത് ഇപ്പോൾ ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞതാണ്, അതായത് അവരെല്ലാവരും വളരെ പെസിമിസ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പെസിമിസ്റ്റിക് ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാ സമരങ്ങളും ജയിക്കൊന്നുമില്ല, തോക്കുന്ന സമരങ്ങൾക്കും പ്രസക്തിയുണ്ട് എന്നുള്ളത് ഞാൻ എല്ലാ സമയത്തും പറയുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഐഡം എന്ന് പറയുന്ന ഒരു ചെറിയ പോർട്ടലാണ് ഇപ്പോൾ നടത്തുന്നത്. അത് ഹിന്ദുവിനെ പോലെയുള്ള സ്ഥാപനത്തിൽ, ടെലിഗ്രാഫിനെ പോലുള്ള സ്ഥാപനത്തിൽ, BBC പോലുള്ള സ്ഥാപനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ഈ ചെറിയൊരു പോർട്ടലാണ് നടത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ ഗൾഫിൽ അവിടെ അവിടുത്തെ അബുദാബി സർക്കാരിനെ ക്ഷണിച്ച് ഗ്ലോബൽ മീഡിയ കോൺഗ്രസ് ഞാൻ പോയപ്പോൾ അവിടുത്തെ ഒരു മലയാളി സംഘമായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കേണ്ടായിരുന്നത്, നിങ്ങൾ പിന്നെ ഇത്രയും വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ട്, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെറിയൊരു പോർട്ടലുകൊണ്ട് നടത്തിയിട്ട് എന്താ കാര്യം, ഇതൊന്നും വിജയിക്കാൻ പോകില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് തോൽക്കുന്ന സമരങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ പക്ഷേ ഇത് തോൽക്കുന്ന സമരങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പം ഐഡമായാലും ഈ പറഞ്ഞ രീതിയിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ബദൽ മാധ്യമങ്ങളൊക്കെ ആയാലും അവരുടെയൊക്കെ ഒരു കലക്റ്റീവ് എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ റിസൾട്ട്. ആൾക്കാർക്ക് ശ്വാസം, ഒരു ബ്രീതിങ് സ്പേസ് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞൊരു മെസ്സേജ് ദേശാഭിമാനി പോലെയുള്ള ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ പൊതുവിൽ ഇടതുപക്ഷത്തുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കാലാവസ്ഥ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഒരു കാര്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കും. ഇപ്പോൾ അങ്ങ് ഈ ഐഡത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഒരുപക്ഷെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പാർട്ടികളെല്ലാം ഉപയോഗിച്ചതും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപക്ഷെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിരിക്കും. അതിൻ്റെ സാധ്യതകൾ ഇനിയും വളരെ വിശാലമായി കിടക്കും. അതിലൊക്കെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഇപ്പോൾ നമ്മൾ വെറും സോഷ്യൽ മീഡിയ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആദ്യം ഡിസ്കവർ ചെയ്ത പാർട്ടി
ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവർ ഒരു വളരെ റിഗ്രസീവായിട്ടുള്ള പിന്നോക്കനായിട്ടുള്ള ഒരു 17-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലൊക്കെ നടക്കേണ്ട ഒരു ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെയുള്ള അവരുടെ അഭിപ്രായം ആ രീതിയിലുള്ള അഭിപ്രായമാണ്. പക്ഷേ അവർ ഈ പുതിയ സങ്കേതങ്ങൾ ആദ്യം ഉപയോഗിച്ച പാർട്ടി അവരാണ്. 2010 അവർക്ക് ഗുജറാത്തിലെ ദഹോദിൽ അവർക്ക് 3 ഷിഫ്റ്റിൽ ഏതാണ്ട് 2100 ആൾക്കാർ പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഫാക്ടറി ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള. അവിടെ നിന്ന് ഇപ്പോഴും കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ആരും എത്തിയിട്ടില്ല. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഫാക്ടറി 3 ഷിഫ്റ്റിൽ ഒരു IT കമ്പനി പോലെ ചെയ്യുന്ന ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. ഇത്തവണയും പിന്നെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൻ്റെ വ്യാപ്തിയും അതിൻ്റെ പരപ്പും പരിശോധിച്ച് കഴിഞ്ഞാൽ BJPയും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസുമായിട്ടുള്ള വ്യത്യാസം വളരെ ഭീകരമാണ്. ഏതാണ്ട് 1 കോടി അക്കൗണ്ട്സിൻ്റെ വ്യത്യാസത്തോളം ഈ 2 പാർട്ടികൾ തമ്മിലുണ്ട്. 1 കോടി അക്കൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. അപ്പോൾ അത് പക്ഷെ എന്നിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ധ്രുവറാഠിയെ പോലെയും രവീഷ് കുമാറിനെ പോലെയും വയറിനെ പോലെയും ആയിടത്തെ പോലെയും ഒക്കെയുള്ള ആൾക്കാരുടെ ഒരു കളക്റ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കാരണം ഇതിൻ്റെ ഇഫക്റ്റ് വെറും നമ്പേഴ്സ് മാത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ BJPയുടെ ഈ സോഷ്യൽ മീഡിയ ഫാക്ടറിയെ അതിനുമായിട്ട് മുട്ടുവെക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ വെറും പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്ത് ഈ പറഞ്ഞ രീതിയിൽ ശൂലധർ ജേർണലിസത്തിൻ്റെയും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു അടിസ്ഥാനത്തിൽ ഒരു ഓബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയും ഇടപെടലിൻ്റെയും സാംസ്കാരിക ഇടപെടലിൻ്റെയും ഒക്കെ ഒരു രീതി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അത് സാധിച്ചാൽ മാത്രമേ ഈ തരത്തിലുള്ള ദിനേശ് ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. ഭാവിയിൽ ഇതിന് കൂടാൻ പോവാണ്. ഇനിയിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടെ വരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫേക്ക് ന്യൂസിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ സാധ്യതകൾ വളരെ വർദ്ധിക്കുകയാണ്. ആളുകളെ തന്നെ സൃഷ്ടിച്ച് മോർഫ് ചെയ്ത് പോപ്പ് ഫ്രാൻസിസിൻ്റെ അദ്ദേഹത്തിൻ്റെ മോർഫ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ടായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കാലാവസ്ഥ അങ്ങനെ വളരാൻ പോവാണ്. പക്ഷേ ഇതിൽ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിട്ടില്ല. ഇപ്പം അതിനകത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇതിനെപ്പറ്റി ഒരു ലേഖനം ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതിലദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുള്ള ഹ്യൂമൻ ഇൻ്റർവെൻഷൻ വർദ്ധിപ്പിക്കുക മാത്രമാണ് ഒരു വഴി. എല്ലാവർക്കും വിടാതിരിക്കുക. അങ്ങനെയാണ് മാത്രമേ കോഴ്സ് കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഭാഗത്ത് സാധ്യത നന്നായിട്ടുണ്ടെന്ന് അർത്ഥം. അതെ, അതായത് എനിക്ക് തോന്നുന്നു ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷ പ്രവർത്തകരും അതുപോലെ ലോകമെമ്പാടുള്ള പിന്നെ ഈ പറഞ്ഞ രീതിയിൽ എത്തിക്കൽ ആയിട്ട് ജീവിതത്തെ സമീപിക്കണം എന്ന് കരുതുന്ന പോപ്പ് ഫ്രാൻസിനെ പോലെ ആൾക്കാരുടെയും ഒക്കെ ഒരു സന്ധി ചെയ്യലും കൂടെ ആവശ്യമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ. അതിനെപ്പറ്റി കൂടി നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് മതനിരപേക്ഷ രാഷ്ട്രീയ നേതൃത്വം ആലോചിക്കുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. വായന എങ്ങനെയുണ്ട്? ഇപ്പം VKനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, പുതിയ പുസ്തകങ്ങളൊക്കെ മലയാള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പം മറ്റേ ബരറ്റൊക്കെ ഞാൻ വായിച്ചു. പിന്നെ കൂടുതലും ഇംഗ്ലീഷാണ് ഇപ്പോൾ വായിക്കുന്നത്. VKനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, മറിച്ച് നോക്കും. ഏതായാലും വെങ്കടേഷ് രാമകൃഷ്ണനെ പോലെയുള്ള ഇത്ര പരിചയസമ്പന്നനായ ഒരു മാധ്യമപ്രവർത്തകൻ നമ്മളോട് സംസാരിക്കുന്ന സമയം കണ്ടെത്തി തന്നെ നമുക്ക് വലിയ ഒരു എന്താ പറയുക അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയൊരു വലിയ അവസരമാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ വായന, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന രീതി, ഇതെല്ലാം നമുക്ക് മാധ്യമലോകത്തിന് മാത്രമല്ല എല്ലാ സാധാരണക്കാർക്ക് പോലും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നതും കാര്യങ്ങൾ വിശദീകരിക്കുന്നതും. നമ്മുടെ രാഷ്ട്രീയ പത്രപ്രവർത്തനം, പൊതുവിൽ മാധ്യമപ്രവർത്തനവും രാഷ്ട്രീയ പത്രപ്രവർത്തനവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഒരു മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് ഈ ആധുനിക കാലത്ത് ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്നെല്ലാം വളരെ വിശദമായി തന്നെ അദ്ദേഹം നമ്മോട് സംസാരിച്ചു. ദേശാഭിമാനിക്ക് വേണ്ടി ഇത്ര നേരം ചെലവഴിച്ച അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.